സോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഈവനിങ് തിരൂരിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നത് മൂന്നാറിലേക്കാണ്. ഇറ്റ്സ് നോട്ട് പ്രോപ്പർ മൂന്നാർ, പക്ഷെ മൂന്നാർ എത്തുന്നതിന് മുമ്പേ മറയൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞങ്ങൾ ഓൾറെഡി അവിടെ പോയതാണ്, നമ്മുടെ കാന്തല്ലൂരൊക്കെ എക്സ്പ്ലോർ ചെയ്തതാണ്. ബട്ട് ദിസ് ടൈം ഞങ്ങളൊരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്തിട്ട് അവിടേക്ക് മാത്രമായിട്ട് സൈറ്റിംഗ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ആ പ്രോപ്പർട്ടി മാത്രം എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. ഒറ്റപ്പാലത്ത് തീയണ്ടിയിലാണുള്ളത്. ഡിന്നർ കഴിച്ചിട്ട് 38 കിലോമീറ്റർ ഉണ്ട് പാലക്കാടേക്ക്. ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പാലക്കാട് പോയി തന്നെ അവിടുന്ന് പൊള്ളാച്ചി. ഉണ്ടാവും. ഞങ്ങളിപ്പോ പൊള്ളാച്ചിയിലെ ഒരു ഹോട്ടലിലാണ്. പറയൂ. ഇല്ല, കുഴപ്പമില്ല. സോ ഇത് നമ്മൾ പൊള്ളാച്ചി ക്രോസ് ചെയ്തു, ഉടുമ്പൽപേട്ട ക്രോസ് ചെയ്തു. ദെൻ ഹാപ്പിൻസിലേക്ക് കയറാൻ പോകാം, ചിന്നാർ വൈറ്റിലേക്ക് കയറാൻ പോകാം. അവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പകുതി ഏരിയ തമിഴ്നാട്, പകുതി ഏരിയ കേരളം. പക്ഷേ തമിഴ്നാട്ടിൽ കൂടെ കയറി കഴിഞ്ഞാൽ എത്തുന്നത് കേരളത്തിലാണ്, അതായത് മൂന്നാർ. സോ പാലക്കാട് നിന്ന് പൊള്ളാച്ചി കയറി അങ്ങനെ തമിഴ്നാട് കഴിഞ്ഞ് പിന്നെ മൂന്നാറിലേക്ക്, അത് കേരളത്തിലേക്ക്, അങ്ങനെയാണ് റൂട്ട് വരുന്നത്. സോ ഇവിടെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ മലകളൊക്കെ ഇല്ലേ, ഇതൊന്നും കറക്റ്റ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഭയങ്കര രസമാണ് മറ്റേ മഴയുള്ള ടൈം പോവുകയാണെങ്കിൽ. ഇപ്പോൾ ഞങ്ങൾ പോയപ്പോൾ കുറച്ച് റോഡൊക്കെ ഭയങ്കര ഡ്രൈ ആയിരുന്നു. ബട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് ഇരിക്കുന്നൊന്നുമില്ല. സോ ഞങ്ങൾ മറയൂർ റീച്ച് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ട് മറയൂർ റൂട്ടിലേക്കല്ല പോകേണ്ടത്, കാന്തല്ലൂർ എന്ന് പറയുന്ന റൂട്ടുണ്ട്. ആ റൂട്ടിൽ കയറിയിട്ട് ഒരു 10 കിലോമീറ്റേഴ്സ് കഴിയുമ്പോഴാണ് ഈ പ്രോപ്പർട്ടി എത്തുന്നത്. ഇത് പ്രോപ്പർട്ടിയിലേക്ക് എത്തി. പ്രോപ്പർട്ടിയിലേക്ക് കയറിയപ്പം ആദ്യത്തെ നമ്മൾ ഫോട്ടോയിലേക്ക് പ്രോപ്പർട്ടി കണ്ടിരുന്നു. സോ ആദ്യത്തെ ഈ സ്റ്റെപ്സിൻ്റെ ഒക്കെ വ്യൂ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഭയങ്കര രസമുണ്ട്. ഫുൾ ചെടികൾ, ഫുൾ ഫ്ലവേഴ്സ്, ലൈക്ക് ഒന്നും അവിടെ പ്ലാസ്റ്റിക് ആയിട്ടൊന്നുമില്ല, എല്ലാം ഭയങ്കര ആർട്ടിസ്റ്റിക് ഫോമിലായിരുന്നു. ഇവിടെ എനിക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് എന്താ അറിയോ, ഇവിടുത്തെ ഒരു ചെറിയ ചെറിയ സാധനങ്ങളും ഭയങ്കര ക്യൂട്ടാണ്. കണ്ടോ, ഫസ്റ്റ് ഇംപ്രഷൻ നമുക്കൊരു 10ൽ 9 കൊടുക്കാം. അത്രയ്ക്ക് കൊള്ളാം. അങ്ങനെ ഞങ്ങൾ ഫുള്ളോട്ട് കയറി
പിന്നെ ഭയങ്കര വിശപ്പായിരുന്നു, കാരണം ഞങ്ങൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. 1 മണി 1:30 കഴിഞ്ഞ് എത്താൻ. അപ്പോൾ പിന്നെ അവർ പറഞ്ഞു ഫ്രഷ് ആയിട്ട് വരും, ലഞ്ച് എടുക്കാമെന്ന് പറഞ്ഞു. സോ നമ്മൾ ഫ്രഷ് ആവാൻ നിന്നില്ല, അപ്പം തന്നെ ലഞ്ച് കഴിച്ചു. അവിടെ നമ്മൾ വെൽക്കം ചെയ്യാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് വെൽക്കം ചെയ്യാനും ചെക്ക് ഇൻ ചെയ്യാനൊക്കെ അവർ തന്നെയാണ്. സോ അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതായത് നമ്മളെ വീട്ടിലെ ആൾക്കാരെ പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. സോ നമ്മൾ കയറി, ഇപ്പോഴത്തെ പാർക്കിങ്ങിൻ്റെ നേരെ മുകളിലായിട്ട് കുറച്ച് സീറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ ഇരുന്നത്. സോ ലഞ്ചിന് അവിടെ നമ്മളെ സദ്യ പോലത്തെ കൈൻഡ് ഓഫ് സാധനങ്ങളായിരുന്നു. ലഞ്ച് എനിക്ക് അത്ര ഭയങ്കര ഇഷ്ടമൊന്നും ആയിട്ടില്ല, ബട്ട് ഒരു ഓക്കെ സാധനമായിരുന്നു. സാമ്പാർ, പിന്നെന്താ സാധാരണ ഒഴിച്ചു കറി, പരിപ്പ് കറി, പിന്നെ ഈ സദ്യേൻ്റെ എല്ലാ ഐറ്റംസൊക്കെ ഏകദേശം കുറച്ച് ഐറ്റംസൊക്കെ ആയിട്ടുള്ള സദ്യയായിരുന്നു. मुंबई में थाने डोंबिवली Is there any problem to shoot? ലവൻ ഉണ്ടല്ലോ ഇതിൽ. ഈ പൈനാപ്പിൾ എനിക്ക് കുറച്ചും കൂടി. താങ്ക് യു. അങ്ങനെ പറയും, നമസ്തേ പറയും, നമസ്തേ പറയും. क्या चटनी के ताले पूरे സോ ഞങ്ങൾ എടുത്ത റൂം എന്ന് പറയുന്നത് ഏറുമാടായിരുന്നു. അവിടെ കുറേ പ്രോപ്പർട്ടി ഉണ്ട്. മമ്മീസ് കോട്ടേജ്, അങ്ങനെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂംസ് അവിടെ ഉണ്ട്. അതൊക്കെ ഒന്നൊന്നിന് മെച്ചാട്ടോ. പക്ഷെ ഞാൻ ഏറുമാടം കണ്ടപ്പോൾ അതിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് ആദ്യം തന്നെ അതാണ് ബുക്ക് ചെയ്തത്. സോ അതൊരു മരത്തിൻ്റെ മുകളിലാണ്. അതായത് ഇവിടുന്ന് നോക്കുമ്പോഴുള്ള വ്യൂ തന്നെ ഭയങ്കര രസമാണ്. നമ്മുടെ ഈ ബോഗൺവില്ലാസ് ഇങ്ങനെ തൂങ്ങിയിരുന്നിട്ട്, അതായത് മരത്തിലേക്ക് കയറുന്ന ഫീലാണ് നമുക്ക് ഉണ്ടാവുക. പക്ഷെ അവിടെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും ഉണ്ട്. ले leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby song to the open sky. Oh, whispering pine, sing me a tune, caught in the rhythm of the stars and the moon. Teach me the language of rose. Stories that linger in the breath of the breeze. മനസ്സിലാവില്ലേ? ടോയ്ലറ്റ് വല്ലതും അറിയുന്നില്ല. This is the room, and this is the view. This is the view. Paints gold on the mountain's crown, while rivers whisper truth as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune. Caught in the rhythm
പോകാൻ പറ്റില്ലേ? ഒരു കാര്യമില്ല, നാട്ടില് ചക്ക സീസൺ ആണ്. എന്നിട്ട് ഇവിടെ മറയൂര് വന്നിട്ട് ചക്ക വാങ്ങാൻ പോവാ. ടിപ്പിക്കൽ മലയാളി. തായ്ലാന്റ് പോയാലും നാട്ടിലിപ്പോ ചക്ക സീസൺ ആണ്. അവിടെ ഇന്നലെ വരുമ്പോ കൂടെ അമ്മ ചക്ക വറച്ച് കൊണ്ട് വെച്ചിട്ട്. കേരളം ആണെങ്കിലും ചക്ക നാട്ടിലുണ്ടല്ലോ. എനിക്ക് വേണ്ട ചക്ക. ഇത്രയും മനോഹരമായ ഒരു പ്ലേസിൽ വന്നിട്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോവാ? ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇവിടെ ഒരു രാത്രി എത്ര മണി? 8 മണി ആയിക്കാണും. The oceans ebb and flow. The sound of distant gulls and the rolling tide add layers to the tranquil sense tape of this coastal escape. എന്തായാലും കുട വേണം, കാരണം ഇവിടെ എപ്പോഴാണ് മഴ പെയ്യുന്നു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഒരു കുടയൊക്കെ തന്നിട്ടുണ്ട്. അതുമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ലെറ്റ്സ് ഗോ. ഭയങ്കര മാറ്റാണ്. ഷൂ എടുക്കാൻ ഫോണി അടുത്തിറങ്ങിക്കോ. ഇപ്രാവശ്യം വണ്ടിന്റെ ചാവി ഞാൻ നടക്ക്. ഇതിന് മാത്രം സ്റ്റോറേജ് നമ്മളെ ഫോണിലുണ്ടോ എനിക്കറിയില്ല. എല്ലായിടത്തും കിളികൾ ഉണ്ടായതുകൊണ്ട് രസമുണ്ട്. ഇതല്ലേ നല്ല വഴി? പക്ഷെ നല്ല വൃത്തിയുള്ള വഴിയല്ലേ?
പറഞ്ഞിട്ടില്ല എന്നാലും. കിച്ചണൊക്കെ ഭയങ്കര ക്ലീൻ, ഭയങ്കര ക്ലീൻ കിച്ചണൊക്കെ. Actually good. ഇവിടെ ഒരു 10 minutes ട്രക്കിംഗ് ഉണ്ട് ഏതോ മലേൻ്റെ മുകളിലേക്ക്. സോ നമ്മൾ രാവിലെ 6 മണിക്ക് നീട്ടിട്ട് സൺറൈസ് ഒക്കെ കണ്ടിട്ട് കുളിച്ച് മാറ്റി ഇപ്പോൾ അവിടേക്ക് പോകും. ലെറ്റ്സ് ഗോ. കാല് കിട്ടുന്നുണ്ട്.
എന്ത് കടത്ത? കണ്ട ഒരു തമിഴത്തിന് പോലെ. അവിടെ ഊഞ്ഞാലുണ്ടല്ലേ, ആ പക്ഷികളെടുക്ക്. When I fall and grow weary, you remain faithful by my side. In the midst of storms and darkest nights, your light never fades.